പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രത്യേകമായ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നു. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടേണ്ടതുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് അടിയനെ പഠിപ്പിക്കുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഞാൻ പ്രാക്ടിക്കലി ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസിൻ്റെയും ബിബ്ലിക്കൽ സൊല്യൂഷൻ എനിക്ക് വെളിപ്പെടുന്നത്. അതായത് വർഷങ്ങൾ ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ കേൾക്കുകയും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പഠിച്ച സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ, അല്ലെങ്കിൽ അത് ഇപ്പോഴും ഞാനൊരു ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ വളരെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ മാത്രമായിരിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം പല കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ അറിയാതിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുകയും ഭയങ്കരമായ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുള്ളൂ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയ വചനമാണ് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മോശയുടെ കൂട്ടത്തിലുള്ള യാത്ര നമ്മളെ പല കാര്യങ്ങളെ പഠിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. പല മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നു. ദൈവം അത് വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൻ്റെ, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വചനത്തിൻ്റെ ആ ഭാഗത്തിലോട്ട് കടക്കാം. ഇന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ റെഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരുക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാ എന്ന് പറഞ്ഞു. മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം മാറയിലെ കാര്യം ആണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം അടുത്ത അധ്യായങ്ങളും ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്തായിരുന്നു. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാനതിനെ പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച കാലവും പറഞ്ഞായിരുന്നു, 40-45 ഡിഗ്രി ചൂടിൽ മരുഭൂമിയിൽ വെള്ളം കിട്ടിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാം. ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ചില ബിബ്ലിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് കാര്യങ്ങൾ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിതിനെ പ്രാക്ടിക്കലായിട്ട് എടുക്കണം. വളരെ അധികം ദാഹിച്ചപ്പോഴാണ് ഇസ്രായേൽ മക്കള് യഹോവയുടെ നേരെ പിറുപിറുത്തത്.
നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു സ്വാഭാവികമായ മാനുഷിക പ്രതികരണമാണ് പിറുപിറുപ്പ്. പക്ഷേ ആ പിറുപിറുപ്പ് നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആകത്തില്ല. മാത്രവുമല്ല, ദൈവം അത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സൊല്യൂഷൻ വേറെ എന്തോ ആണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനത്തെ അവസ്ഥ നമ്മുടെ മുമ്പിൽ വരുന്നാൽ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ചില കാര്യങ്ങളോ അത് ബിയോണ്ട് അവർ കൺട്രോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ ഈ ജനം മോശയുടെ നേരെ പിറുപിറുത്താലും മോശ എവിടുന്ന് വെള്ളം കൊടുക്കും? മോശയുടെ കയ്യിൽ വെള്ളമുണ്ടോ? മോശയുടെ കയ്യിൽ വെള്ളമില്ല. അപ്പോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ അവിടെ കാണണം. അപ്പോ എങ്ങനെയാണ് ഈ ഒരു പിറുപിറുപ്പിന്റെ അനുഭവത്തിൽ നിന്ന് മാറി ഒരു പ്രോപ്പറായ ദൈവിക ട്രാക്കിൽ നമ്മളെ ആക്കുക എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചായിരുന്നു. അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കെപ്പോഴും ഈ വചനം വായിക്കുന്നു, അപ്പൊ ജനം പിറുപിറുത്തു, മോശ പ്രാർത്ഥിച്ചു, അപ്പോ വെള്ളം അവിടെ ദൈവം അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി. പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിലെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ ഈ കാര്യത്തിന് മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ദൈവത്തിന്റെ സന്നിധിയിൽ ആഴത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആഴത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടാണ് ദൈവം ഇതിന്റെ യഥാർത്ഥ ട്രാക്ക് സൊല്യൂഷൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടേതായ പ്രാക്ടിക്കലായിട്ടുള്ള ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു സൊല്യൂഷനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അതായത് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ലൈഫിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ ഒരു പ്രാർത്ഥനയുടെ കാര്യം യേശു പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ അതെ അർദ്ധരാത്രിയിൽ ഒരു ലൂക്കോസിന്റെ സുവിശേഷം 11:5 മുതലുള്ള വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ വന്ന്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് എന്നോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനത്തിൽ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന പോലത്തെ ഒരു പ്രാർത്ഥനയാണ് മോശ ആ സമയത്ത് പ്രാർത്ഥിച്ചത്. അതായത് മോശയുടെ മിക്കവാറും അതുപോലത്തെ ടാസ്കിൽ, അതുപോലത്തെ റിക്വയർമെന്റിലൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച മാറയിലെ കേസിലും അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാനൊരു കാര്യം പറയുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആ സംഭവം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ, ഒരു ആളുടെ വീട്ടില് രാത്രി ഒരു ഗസ്റ്റായിട്ട് വരുന്നു. ആ ഗസ്റ്റിന് കൊടുക്കുവാൻ ഭക്ഷണമില്ല. ഭക്ഷണമില്ലാത്തപ്പോൾ ഈ വ്യക്തി അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ആ ഒരു സിസ്റ്റം അനുസരിച്ച് അതിഥി സൽക്കാരം എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി മസ്റ്റായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് അവർക്ക് കൊടുത്തേ പറ്റൂ. പക്ഷേ ഈ ഇടയിൽ ഒന്നുമില്ല. അപ്പം ഞാനതിനെ പ്രാക്ടിക്കലായിട്ട് എടുക്കുവാണേ, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ആശയത്തിലോട്ട് എടുക്കുവാണേ. അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ സ്നേഹിതൻ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ദിവസം വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നേരത്തെ മുൻകൂട്ടി അറിയിക്കാനുള്ള ഒരു പക്ഷേ വ്യവസ്ഥ അന്ന് ഇല്ലായിരിക്കാം. ഇല്ലല്ലോ, ഇന്നത്തെ പോലത്തെ ഒരു സിസ്റ്റം അല്ല. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ഭവിക്കുന്ന ഒരു ആവശ്യം, ആ ആവശ്യം എന്ന് പറയുന്നത് വൈകുന്നേരത്തെ അല്ലെങ്കിൽ ആ ഡിന്നറിന്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ പലപ്പോഴും എനിക്കുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു. അതായത് ആ ഒരു പാസേജ് മൊത്തം വായിക്കുമ്പോൾ നമ്മൾ മടുപ്പ് കൂടാതെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ഒരു ആശയം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ദൈവനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈ വൈകുന്നേരത്തെ ഭക്ഷണം പിറ്റേ ദിവസം രാവിലെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അവന്റെ സ്നേഹിതന് കൊടുക്കാനുള്ള അത്താഴാണ്. അത് പിറ്റേ ദിവസം കിട്ടിയിട്ടോ കുറച്ച് സമയം ഡിലേ ആയി കിട്ടിയിട്ടോ കാര്യമില്ല. പകരം ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ആളുടെ അടുത്ത് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ആദ്യം ചില ഒഴിവുകഴിവ് പറഞ്ഞാലും നമ്മൾ അവിടെ ഇട്ടേച്ചു പോകുകയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ആ ഒരു കാര്യത്തിൽ എന്നെ പഠിപ്പിച്ചത് ഏറ്റവും എന്നെ ഹൈലൈറ്റ് ചെയ്ത കാര്യം അതാ. ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതായത് ആ സ്നേഹിതന് കൊടുക്കുക എന്നുള്ളത്. അവന് വേണമെങ്കിൽ എൻ്റെ ഭക്ഷണമില്ല, എനിക്കൊരു രക്ഷയില്ല, നീ ഇന്ന് പട്ടിണി കിടന്നേ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗതികേടിന് വേണമെങ്കിൽ പറഞ്ഞു പോവാം. പക്ഷേ ഇവനറിയാം അപ്പുറം വീട്ടിൽ, ആ ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ അവൻ്റെ അടുത്ത് ഭക്ഷണമുണ്ട്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിനെ പോലും ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ നമ്മുടെ മുമ്പിൽ പ്രശ്നമിട്ടാലും ദൈവത്തിന്റെ സന്നിധിയിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ മടുപ്പ് കൂടാതെ ഒന്ന് പ്രാർത്ഥിപ്പാൻ പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ താല്പര്യത്തോടെ, പൂർണ്ണ ആവശ്യബോധത്തോടെ അവനോടൊന്ന് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ദൈവം പെട്ടെന്ന്, അല്ലെങ്കിൽ ഇനിഷ്യലായിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകുന്ന ഒരു സിസ്റ്റം മാറ്റിയേരെ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് മാറ്റിയേരെ. പകരം ഹല്ലേലൂയ നമ്മൾ ആഴത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആദ്യം ഒരു ഉത്തരത്തിന് ചിലപ്പോൾ നോന്ന് കിട്ടിയാലും നമ്മൾ അവിടെ ഇട്ടേച്ചു പോകരുത്. പ്രാർത്ഥന അവിടെ കണ്ടിന്യൂ ചെയ്ത്, യെസ് ഹല്ലേലൂയ, ചില അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അർജന്റായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ അന്ന് തന്നെ ഉത്തരം കിട്ടും. ഹല്ലേലൂയ. അത് പിന്നെ വേറൊരു ദിവസമല്ല, വേറൊരു 10 വർഷം കഴിഞ്ഞിട്ടല്ല. ചില അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മോശയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ മോശ പ്രാർത്ഥിച്ചത് അങ്ങനെയാ. യെസ് ആമേൻ. അവർക്ക് അപ്പോൾ തന്നെ വെള്ളം പുറപ്പെടുവിക്കുന്ന യെസ് ആമേൻ ഒരു ദൈവത്തെയാണ് നമ്മൾ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ആ സിസ്റ്റം ഒന്ന് മാറ്റിപ്പിടിക്കണം. ഹല്ലേലൂയ. നമ്മൾ അത്ര ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ആഴത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഉത്തരം അരുളുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ഇതിനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവായിട്ട് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിന് ആവശ്യം എന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നമ്മളെ ഒരു പുതിയൊരു സിസ്റ്റം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ ഒരു അനന്തമായി നീളുന്ന കാര്യത്തെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ആ സംഭവങ്ങൾ കൂടെ നമ്മൾ വായിച്ചിട്ട് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലോട്ട് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ 17-ാം അധ്യായത്തിലോട്ട് തന്നെ തിരിച്ചു പോകാം. അവിടെ യഹോവ മോശയോട് യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോവുക. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, പാറയെ അടിക്കാൻ തന്നെയാ പറഞ്ഞത്. അപ്പൊ പിന്നീട് ഒരിക്കല് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, അല്ലെങ്കിൽ അത് ഓർത്ത് വെച്ചേക്കുക. അതായത് ഇവിടെ ദൈവം പറഞ്ഞത് പറയടിക്കാനാണ്, മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ
ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ്സ എന്നും മെരീബ എന്നും പേരിട്ടു. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കൊന്ന് തറവാകാൻ വേണ്ടി ഞാൻ വായിപ്പിച്ചു എന്നുള്ളൂ. ഇവിടെ ഈ 17-ാം അധ്യായത്തിൽ 2 ആവശ്യങ്ങൾ അല്ലെങ്കിൽ 2 തടസ്സങ്ങൾ, 2 പ്രതിബന്ധങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളമില്ല. അതവർക്ക് മാൻഡേറ്ററി ആയിട്ട് കിട്ടേണ്ട ഒരു സംഭവമാണ്. രണ്ടാമത്തെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നൊരു ശത്രുവിൻ്റെ അറ്റാക്കാണ് അവിടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ചിലപ്പോൾ ചില ചില സാമ്പത്തികമായ പ്രതിസന്ധികളോ അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും ഒരു 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 ആവശ്യങ്ങൾ മീറ്റ് ചെയ്യപ്പെടാത്ത അവസ്ഥ വരുന്ന പ്രതിബന്ധം ഉണ്ടാവാം. ചിലപ്പോൾ വലിയ പോരാട്ടങ്ങൾ, സാത്താനികമായ വലിയ പോരാട്ടങ്ങൾ, അതുപോലത്തെ യുദ്ധസമാനമായ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള അവസ്ഥയുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ട് ഈ സംഭവത്തെ ഒന്ന് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ആവശ്യം അല്ലെങ്കിൽ ഒരു കാര്യം, ഈ ജനത്തെ, ഇത്രയും ലക്ഷക്കണക്കിന് ജനത്തിന് എതിരായിട്ട് യുദ്ധം വന്നാൽ അല്ലെങ്കിൽ വേറൊരു സംഭവം അറ്റാക്ക് വന്നാൽ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റാൻഡ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് അവർക്ക് വേറെ ഒരു സൊല്യൂഷനും ഇല്ല. അവരെ സഹായിക്കാനായിട്ട് വേറെ ഒരു അവരുടെ ഒരു അയൽ രാജ്യങ്ങളോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യനും ഇല്ല. അവരെ സഹായിക്കാനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഇവരെങ്ങനെയാ ഈ സ്ഥലത്ത് പെട്ടിരിക്കുന്നത്? വെറുതെ ഇവരുടെ ഇഷ്ടപ്രകാരം വന്നതാണോ? അല്ല, ദൈവമായിട്ട് ഇവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഒരു അവസ്ഥയിലാണ് ഇവര്. അപ്പോഴാണ് ഇവർക്ക് ലാക്ക് വരുന്നത്, അപ്പോഴാണ് ഇവർക്ക് യുദ്ധം നേരിടുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ, ചില ലാക്ക് വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും പതറിപ്പോകുന്ന അവസ്ഥ വരാം. ഹല്ലേലൂയ. അപ്പോൾ അതിനെ ശരിക്കും ഹല്ലേലൂയ ഇതുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, അന്ന് യഹോവ ഇസ്രായേൽ മക്കളെ വിടുവിക്കാമെങ്കിൽ, രക്ഷിക്കാമെങ്കിൽ, മുന്നോട്ട് നടത്താമെങ്കിൽ നമ്മളെയും നമ്മുടെ ആവശ്യങ്ങളെയും ദൈവം അത് ഹല്ലേലൂയ സക്സസോടെ, ജയത്തോടെ ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുപോക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ എങ്ങനെ നമുക്കിവിടെ റിസൾട്ടേ അറിയുള്ളൂ. പക്ഷേ എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? അല്ലേ, ഞാൻ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, ചുമ്മാ കാഷ്വൽ പ്രാർത്ഥനയൊന്നും പോരാ. ചില കാര്യങ്ങൾ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ഒറ്റ ഇരിപ്പൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. ഇത് കിട്ടിയിട്ടേ ഞാൻ എഴുന്നേൽക്കുള്ളൂ, എനിക്കിത് കിട്ടിയേ പറ്റൂ. പ്രൊവൈഡഡ്
ചോദ്യം ഒരു ജെന്യുവൻ ആയിരിക്കും. ഇവിടെ വെള്ളം കിട്ടുക എന്നുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഹല്ലേലൂയ. ആ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെ ഹല്ലേലൂയ. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്ന ആ ഉപമയില് ആമേൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുക, സ്നേഹിതന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള, ഈവൻ ദോ ഇറ്റ്സ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്, പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഉള്ള അപ്രോച്ച് ഒരു കാഷ്വൽ പ്രാർത്ഥനയല്ല. അവൻ അവിടെ അവൻ ഒറ്റ ഇരിപ്പിന് അത് സാധിച്ചെടുത്തേ പറ്റൂ. ഹല്ലേലൂയ. എഗെയിൻ ഞാൻ പറയാ, ഇത് പ്രാർത്ഥിച്ചത് മോശയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് യേശു പറയുന്ന ആ ഒരു ഉപമയിലും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വിശ്വാസി ആയിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ദൈവവുമായിട്ട് അത്ര സ്നേഹിതനാകൊണ്ട് ആ മറ്റാളുമായിട്ട് അത്ര ക്ലോസ് ബന്ധമാണ്. അവൻ രണ്ട് ചീത്ത വിളിച്ചാലും അല്ലെങ്കിൽ അവനോട് അധികാരത്തോടെ ആവശ്യബോധത്തോടെ നീ അവിടെ കിടന്നുറങ്ങിയാലൊന്നും പറ്റില്ല, ഈ കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറയാൻ പാകത്തിന് ഒരു സ്നേഹബന്ധമുള്ള ഒരു 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 അവസ്ഥയായിരുന്നു അവര് തമ്മിലുള്ള റിലേഷൻ. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ അവരുടെ ആത്മീയ നിലവാരം അങ്ങനെയാ. അപ്പോ ഞാൻ ഇനി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ വരുവാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നമ്മൾക്ക് അത്രയും ഒരു ആത്മീയമായ ഒരു നിലവാരം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉത്തരം പിടിയാൽ ഉത്തരം നേടിയെടുക്കാൻ പറ്റുമോ? അപ്പോ ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് വരുവാണ്. ഇത് മോശ തന്നെ ഇതിന് സൊല്യൂഷൻ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിത് പഠിപ്പിക്കുന്നത് ഞാനും കൂടെ ശരിക്കും അനുഭവിച്ച് ദൈവം എന്നെ അതിൽ കൂടെ കടത്തി വിട്ടേച്ചും കൂടും പറയുന്നത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല, അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ട് തന്നെ ഞാൻ, അതായത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് കൂടാതെ ഞാൻ അനുഭവിച്ച ഒരു ട്രാക്ക് ആയതുകൊണ്ട് എനിക്കത് വളരെ തറവാണ്. ഹല്ലേലൂയ. ഈ 91-ാം സങ്കീർത്തനത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ എഴുതിയിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പോ ഈ മറവിൽ വസിക്കുക എന്ന് പറയുന്ന ആ അവസ്ഥ പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം ഇവിടെ പറയുന്ന മറവിൽ ആയിരിക്കുന്ന അവസ്ഥ ദൈവം എന്നെ പഠിപ്പിച്ചത്, മനസ്സിലാക്കിപ്പിച്ചത്, അതിന് തുലനം ചെയ്യുന്ന, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ സ്വയമായി സംസാരിക്കാതെ പിതാവ് എന്നിൽ വസിച്ചിട്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 10-ാം വാക്യം ആണെന്ന് തോന്നുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പ്രിയ ദൈവമക്കളെ, ഇവിടെ മോശയുടെ കാര്യം പറയുമ്പോഴും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ പറയുമ്പോഴും അവര് തമ്മിൽ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്ത്യൻ ലൈഫിൽ ഒരു വലിയ തലത്തിലോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു നിലവാരത്തിലുള്ള ഒരു ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 6:40 പറയുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഹല്ലേലൂയ നിത്യജീവൻ നൽകണമെന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ നിത്യജീവന് വേണ്ട രീതിയിലുള്ള ഒരു പുത്രനെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നാൾ മനസ്സിലാകാത്ത, അല്ലെങ്കിൽ ഇത്രയും നാൾ എനിക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു സാധനം ദൈവം എനിക്കൊരു ക്ലാരിറ്റി തന്നായിരുന്നു.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ശരിക്കും യേശു വേണം. ശരിക്കും യേശു വേണമെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള രീതിയിലല്ല. ഞാൻ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പറയണേ. യേശുവിനെ നമ്മുടെ ഉള്ളിൽ കയറ്റാതെ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം യേശുവിനെ വിളിക്കാൻ പറ്റും. യേശുവേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. എപ്പോഴാ? യേശു ഉള്ളിലില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രിയ ദൈവമക്കളെ, എന്നെ ദൈവം പഠിപ്പിച്ച ക്രിസ്ത്യൻ ലൈഫിൽ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. അങ്ങനെയുള്ളവൻ്റെ ഉള്ളിലൊന്നും യേശു വസിക്കുന്നില്ല. അവൻ യേശുവിനെ അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ കാര്യം സാധിക്കുമെന്നറിഞ്ഞ് ചെല്ലുന്ന ഒരവസ്ഥ അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പകരം ആത്മാർത്ഥമായിട്ട് ഈ യേശുവിനെ ഒന്ന് വിളിച്ച് 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 വീട്ടിൽ കയറ്റാൻ പറ്റുമോ? ആ എമ്മോസിലോട്ട് പോകുന്ന ആ ശിഷ്യന്മാര് യേശുവിനെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റിയതുപോലെ, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ലൈഫില് നമ്മളെ വചനത്തിലൂടെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ദൈവം പ്രകാശിപ്പിക്കും. പല വചന സത്യങ്ങളും നമുക്ക് പല മെസ്സേജിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളെ കേൾപ്പിക്കും. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ ദൈവമേ, ഈ കേട്ട വചനപ്രകാരം നീ എൻ്റെ ജീവിതത്തിൽ വേണം, ഇതെനിക്ക് വേണം, അവിടുന്ന് എൻ്റെ കൂടെ ഇരിക്കണമേ, അങ്ങൻ്റെ ഉള്ളിൽ തന്നെ വസിക്കണമേ, അത് അങ്ങൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് അങ്ങയുടെ പ്രവൃത്തി ചെയ്യാൻ, അങ്ങയ്ക്ക് വേണ്ടി ചെലവാകാൻ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ലൈഫിൽ നടക്കാൻ, എന്നെ ഏൽപ്പിച്ച മേഖലകളിൽ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെ, എൻ്റെ കുടുംബത്തെയോ എൻ്റെ ജോലിയോ എൻ്റെ ബിസിനസ്സിനെയോ എൻ്റെ ശുശ്രൂഷയോ എൻ്റെ മിനിസ്ട്രിയോ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ സഭയോ എല്ലാം യേശുവപ്പ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ എന്നിൽ വസിച്ചേ പറ്റുമെന്ന് ഒരാഴത്തിലുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, യെസ്, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലോട്ട് ഹല്ലേലൂയ അതിശക്തമായി പ്രഭവിക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, 53-ാം സങ്കീർത്തനത്തില് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഹല്ലേലൂയ. 53-ാം സങ്കീർത്തനത്തില് അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ? അപ്പം തിന്നതുപോലെ അവർ എൻ്റെ ജനത്തെ തിന്നു കളയുന്നു. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മളുടെ പ്രാർത്ഥന എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദൈവത്തിന്റെ സിസ്റ്റം അതാ. നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യട്ടെ. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ അല്ല. ദൈവം നമ്മളെ പഠിപ്പിക്കും, നമ്മൾ എന്നിട്ട് ആവശ്യപ്പെടണം. ആ ആവശ്യത്തിന്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഇവിടെ തന്നെ എഴുതിയേക്കുന്നത്, മൂടൻ അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് മൂടൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ 53-ന്റെ 1-ാം വാക്യത്തിൽ, അതായത് ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനിൽ ദൈവം ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഏതെങ്കിലും മൂടൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞവൻ നടക്കുന്നവൻ ഏതെങ്കിലും പ്രാർത്ഥിക്കുവോ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണോ? അതായത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ, അവൻ വഷളനായി നടന്ന് എല്ലാ മോശവും പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇവിടെ 4-ാം വാക്യത്തിൽ എഴുതിയേക്കുന്നു, അവർ ദൈവം പറയാ അവർ പ്രാർത്ഥിക്കുന്നില്ല പോലും. ഇതെന്ത് കഥ? അയാൾ പ്രാർത്ഥിക്കുന്നതാണോ ദൈവം വിചാരിക്കണേ? വാട്ട് ഡസ് ഇറ്റ് മീൻ ഓൾ ടുഗദർ? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗിൽ പറയുന്നത്, എല്ലാ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ ആ വഴിയിൽ അവന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. ആമേൻ. അതിന് ദൈവം ചില സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആമേൻ, പ്രാർത്ഥിക്കുന്ന അവസ്ഥ. നമ്മളത് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ആ സിസ്റ്റത്തിൽ നമ്മൾ അല്ലെങ്കിൽ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം ആ 6-ാം അധ്യായമൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ആ ഒരു വാക്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഇനി അടുത്ത 2-3 വാക്യങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5-ാം വാക്യം: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയ മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിതൊക്കെ പ്രാക്ടിക്കൽ സെൻസിലാണ് എടുക്കണേ. അതായത് ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ സകല കൊള്ളരുതായ്മയും ചെയ്ത്, അപ്പൊ കൊള്ളരുതായ്മ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം എഴുതിയേക്കുന്നു. അതായത് ദൈവത്തിന്റെ പുത്രന്മാർ, അത് വെട്ടേറ്റ ദൂതന്മാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് സം അതർ സിസ്റ്റം. എനിവേ, അതൊരു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. വേണമെങ്കിൽ മനുഷ്യപുത്രിമാർക്ക് മനുഷ്യൻ അതിനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ആ അവോയ്ഡ് ചെയ്യാതെ ആ തെറ്റായ ആ സിസ്റ്റത്തെ അവർ പുൽകി, അല്ലെങ്കിൽ അവര് ഭർത്താക്കന്മാരായിട്ട് എടുത്തു, അല്ലെങ്കിൽ അവർ ഭാര്യമാരായി എടുത്തു. അപ്പം ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു കേസാണ്. പലപ്പോഴും ഈ സാത്താൻ നമ്മുടെ അടിയിൽ എടുത്ത് വന്ന് നമ്മുടെ തലയെ തോന്നിപ്പിക്കുന്ന ഓരോ കാര്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സാത്താനെ നമ്മൾ കല്യാണം കഴിക്കുന്ന പോലാണ്. അതായത് യേശുവിന്റെ മണവാട്ടിയാകേണ്ട നമ്മൾ ശരിക്കും ചില സമയത്തൊക്കെ സാത്താന്റെ മണവാട്ടിയാവും, അല്ലെങ്കിൽ സാത്താന്റെ ഭാര്യമാരായി തീരും. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവം പറയുന്നത്, എൻ്റെ ആത്മാവ് സദാകാലത്തും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോ എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന സാധനം ഇതാണ്. ഇവര് എന്നിട്ട് ഈ സാത്താൻ അടിമത്തപ്പെട്ട് സകല കൊള്ളരുതായ്മയും ചെയ്യുമ്പോൾ ദൈവം മാറി നിന്നിട്ട് അനുതപിക്കുമോ, അല്ലെങ്കിൽ ഈ മനുഷ്യനെ നശിപ്പിക്കുമെന്നുള്ള തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ദൈവം പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഉള്ള നമ്മൾ അതേ ദൈവം തന്നെ ഇപ്പോഴത്തെ ദൈവം ഇമാതിരി ഒത്തിരി കൊള്ളരുതായ്മ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ദൈവത്തെ കോപിപ്പിച്ചിട്ട് പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച് വർക്ക് ചെയ്തിട്ട് ചില പ്രശ്നം വരുമ്പോൾ അയ്യോ ദൈവമേ ഇതെന്താ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ആക്ച്വലി നമ്മൾ പ്രയോഗിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഹല്ലേലൂയ, ആദ്യം തന്നെ ശരിക്കും യേശുവിനെ വിളിച്ചകത്ത് കയറ്റണം. ആത്മാർത്ഥമായി, യേശുപ്പാ, ഞാൻ എൻ്റെ സ്പിരിറ്റിനെ, റൂഹേനെ നിന്റെ തരുന്നു, അങ്ങ് അതിനെ നിയന്ത്രിച്ചാട്ടെ, അങ്ങ് എൻ്റെ ഉള്ളിൽ വന്നേ പറ്റൂ, വസിച്ചേ പറ്റൂ
എൻ്റെ ലൈഫ് അങ്ങേക്കുള്ളതാ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും യേശുവെ കേട്ടു തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്ത്യൻ ലൈഫ് ശരിക്കും ഒന്ന് ഒരു പ്രോപ്പറായിട്ട് പോകുന്നത്. അങ്ങനെ ഉള്ളവനാ ശരിക്കും പറഞ്ഞ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. ഇനി നമുക്ക് നേരെ ആ 91 സങ്കീർത്തനത്തിലോട്ട് നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് അതിങ്ങനെ തുടക്കത്തിൽ അങ്ങനെ അത്യുന്നതനായ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന് യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ഉള്ളിൽ ശരിക്കും വന്നാലേ നമുക്കത് അറിയാം. നമുക്കൊരു വലിയ ഒരു ഉറപ്പുണ്ട്, നമുക്കൊരു വലിയ ഒരു നാമമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, യേശു നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് യേശുവിന്റെ നാമമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു അനാഥനല്ല, ഞാനൊരു ഐഡന്റിറ്റി ഇല്ലാത്തവനല്ല. എന്നെ തൊടാൻ സാത്താൻ ഒന്ന് ശങ്കിക്കും. ആമേൻ. ഒന്ന് ശങ്കിക്കും. ഹല്ലേലൂയ. എന്നാലും അവൻ തൊടാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അങ്ങനെ തൊടാൻ ശ്രമിക്കുന്നവന് ആമേൻ. അതായത് 91 സങ്കീർത്തനത്തിൽ പറയുന്ന അവന് അറ്റാക്ക് ഇല്ല എന്നല്ല, അറ്റാക്ക് ഉണ്ട്, അവന് പ്രശ്നമുണ്ട്. പക്ഷെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നല്ലേ പറയണേ, പ്രൊട്ടക്ട് ചെയ്യുന്നാ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചില സമയത്ത് ദൈവം തന്നെ പറയും, അവനെ ചവിട്ടണം, അവനെ മെതിക്കണം. സിംഹത്തിന്മേലും മണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെ നീ മെതിച്ചു കളയുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ ഉണ്ട്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഹല്ലേലൂയ, അത് ചെയ്യണം. അത് വ്യക്തമായി ദൈവം എന്നോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തായിരുന്നു. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, പത്രോസിനെ നീ ഒരു പാറക്കഷ്ണമാ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പത്രോസിനോട് പറയാ, പത്രോസെ, സ്വർഗത്തിൽ പോണോ, സ്വർഗരാജ്യത്തിൽ നിനക്ക് വരണോ? യു ആർ റെഡി, മീൻസ് യു ആർ ഓൾറെഡി കോൾഡ്. പക്ഷെ നീ ജയിക്കണം. ആമേൻ. നീ താക്കോൽ ഉപയോഗിക്കണം. കെട്ടേണ്ട സാധനത്തെ നീ കെട്ടണം, അഴിക്കേണ്ട സാധനത്തെ അഴിക്കണം. ഹല്ലെ. പ്രിയ ദൈവമക്കളെ, ദൈവം എന്നെ പഠിപ്പിച്ചതാ, സാത്താൻ ഇങ്ങോട്ട് വന്ന് കെട്ടാൻ വെയിറ്റ് ചെയ്തത്, പകരം അങ്ങോട്ട് പോയി ഹല്ലേലൂയ നമ്മുടെ മേഖലകളിൽ സംഭവിക്കാൻ ട്രൈ ചെയ്യുന്ന അന്ധകാര ശക്തികൾ അങ്ങോട്ട് പോയി കെട്ടിക്കോണം. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടാപിശാചിനെ ഒരു മേഖലകളിലും, ഇന്ന മേഖല, കുടുംബ മേഖലയിലോ, അല്ലെങ്കിൽ ജോലി മേഖലകളിലോ, സാമ്പത്തിക മേഖലയിലോ, എൻ്റെ ശുശ്രൂഷ മേഖലകളിലോ അങ്ങനെ ഒന്നും വരരുതെന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ കെട്ടിക്കോണം. ഹല്ലേലൂയ. അതെങ്ങനെ ശരിക്കും അറിയാമെന്നറിയോ? ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്നും ഇരിക്കണം. മോശമൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ പരിശുദ്ധാത്മ ദൈവം തന്നെ, അതായത് ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന് വേണ്ടിയിരിക്കും. ദൈവം തന്നെ പറഞ്ഞു തരും, നീ ഇന്നത് പ്രാർത്ഥിക്കണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് സംഭവം ചെയ്യണം. ആ ദൈവത്തിന്റെ ആ കമ്മ്യൂണിക്കേഷൻ നമ്മളിലോട്ട് ഇങ്ങനെ ഒഴുകി വരും. ഹല്ലേലൂയ. ഐഡിയാസ് കറക്റ്റായിട്ട് വരും. പ്രാർത്ഥിക്കേണ്ടത്, ചിലപ്പോൾ പ്രാർത്ഥിക്കണത് ഒരു ടാസ്കായിട്ട് ദൈവം തരും. ഇന്ന കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറയും, ഇന്ന കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പറയും. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനത്തെ പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളും ദൈവത്തിന് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ 91 സങ്കീർത്തനത്തിലെ ഒരു വലിയൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞിട്ട് ഞാനത് അത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനത്തിലെ 14 വാക്യം ശ്രദ്ധിച്ചേ. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. രണ്ട് കാര്യം. വിടുവിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പറ്റിയിരിക്കണം. ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ, ഐ വിൽ ഡെലിവർ. ഒരു സ്നേഹബന്ധത്തിൽ ജനം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ ജനത്തോട് ചേർന്ന് മോശയും വെറുവിറുത്ത് തുടങ്ങിയായിരുന്നെങ്കിലോ സൊല്യൂഷൻ ആവുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ദൈവത്തെ വിട്ടോടുന്നത് മഹാമണ്ടത്തര. പകരം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വീണ്ടും പറ്റിയിരുന്ന് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ വിട്ടു പോരരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തെ, അത് സൊല്യൂഷനേ അല്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ, അവൻ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഉയർത്തപ്പെടണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ അറിയണം.
ഹല്ലേലൂയ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ, പ്രിയ മക്കളെ ശ്രദ്ധിക്കണേ, ദാവീദ് ഗോലിയാത്തിനെ ആ കവണ വെച്ച് വീഴ്ത്തിയപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. നീ വേലും കുന്തവുമായി എൻ്റെ അടുക്കൽ വരുന്നു, ഞാനോ നീ നിന്ദിച്ച ഇസ്രായേൽ നിരയുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ കവണ വീറ്റിയത്. ആ കവണയ്ക്കൊരു പ്രത്യേക, അപ്പൊ ദാവീദിന് ഉള്ളിൽ എന്താ ശരിക്കും? ദാവീദിന് വ്യക്തമായി അറിയാം, അവൻ യഹോവയുടെ നാമം പേറുന്നവനാ. അവന്റെ കവണയുടെ ശക്തി അല്ല, യഹോവയുടെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ ഇതിനെ ജയിച്ചിരിക്കും. ഞാൻ ഉയർത്തപ്പെടും. എന്റെ പ്രശ്നത്തിന് അവൻ സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഹല്ലേലൂയ, അതെ, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൽ നമ്മൾ 8-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം അവിടെ പറയുന്നു, ആ പുഴുവായ യാക്കോബ്, ഇസ്രായേൽ പരീക്ഷ, അവനെ ദൈവം സഹായിക്കുമെന്ന് പറയുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളോട് കോപിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്. കോപിച്ചിരിക്കുന്ന അന്ധകാര ശക്തി. അപ്പൊ ആ കോപിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയുടെ അഡ്രസ് ഇല്ലാത്തതുപോലെ നമ്മളെ വിടുവിക്കുന്ന വചനം പറയുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം? ശ്രദ്ധിക്കണേ, സാത്താൻ നമ്മളെ അത്ര സുഖത്തിലല്ല ഹാൻഡിൽ ചെയ്യുന്നത്. സാത്താനിന് നമ്മളോട് ഭയങ്കര കോപമുണ്ട്, ദേഷ്യമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, സാത്താനേക്കാളും ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനാ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനാ. ആ ദൈവം പറയുന്ന, അവനോട് പറ്റിയിരുന്ന് അന്ധകാര ശക്തിയെ അങ്ങോട്ട് പോയി ബന്ധിച്ച് പുറത്താക്കി. ആമേൻ. ഒരു ഹല്ലേലൂയ, അന്ധകാര ശക്തിയെ തകർത്തു മാറ്റിയിട്ട് അവനുള്ളൊരു ജീവിതമാ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, വിടുവിക്കപ്പെടണോ? പിറുവിറുക്കല്ല സൊല്യൂഷൻ, പറ്റിയിരിക്കല സൊല്യൂഷൻ. പ്രാർത്ഥിച്ച് മടുത്തു പോലല്ല സൊല്യൂഷൻ. ഓ ഹല്ലേലൂയ, ഇതിനൊരു വിടുതൽ തന്നേ പറ്റുമെന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഹല്ലേലൂയ. യഥാർത്ഥമായി യേശു ഉള്ളിലുള്ള അവസ്ഥ നമ്മൾ കീപ്പ് ചെയ്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട്, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 91-ാം സങ്കീർത്തനത്തിൽ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. പ്രിയ ദൈവമക്കളെ, കേവലം ഒരു വിടുതൽ മാത്രമല്ല, ഒരു മഹത്വത്തിനും കൂടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ മാത്രമല്ല, ആ സൊല്യൂഷനിൽ അവൻ ബുദ്ധിമുട്ടിയതിന് പ്രതിഫലമായിട്ട് ഒരു മഹത്വത്തിന്റെ അവസ്ഥ, ഒരു ഹല്ലേലൂയ, അത് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന അവസ്ഥ കിട്ടിയേ തീരുവെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ ഒരു ലെവലിൽ ദൈവത്തിന്റെ നാമത്തിന്റെ അധികാരം ഉപയോഗിച്ച്, ഹല്ലേലൂയ, ഹൃദയമക്കളെ, നാമത്തിന്റെ അധികാരത്തിലാണ് നമ്മൾ മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. ആ ശക്തിയിൽ, ഹല്ലേലൂയ, ആ ഒരു ബലത്തിൽ മുന്നോട്ട് പോവാന്ന് ഹല്ലേലൂയ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.